എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ വെൽക്കം എന്നൊന്നും പറയുന്നില്ല. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കാരണം എൻ്റെ വീഡിയോസൊക്കെ കുറേ പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ വീഡിയോയുടെ ഒരു ബാക്കി കുറച്ചുകൂടി എനിക്ക് പറയാനുണ്ട്. അതാണ് ഞാനിപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ ഒരു അതിപുരാതനമായിട്ടുള്ള ഒരു തറവാട് വീട്ടിലാണ് ഞങ്ങൾ താമസം ആരംഭിച്ചത്. അപ്പോൾ ആ വീട്ടിൽ കുറച്ച് ഞങ്ങൾക്ക് അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എനിക്കൊരു ലോക്കറ്റ്, ഒരു വെള്ളിയൊന്നുമല്ല, ഒരു ചെറിയ കുഞ്ഞ് ലോക്കറ്റ്, ഒരു മുട്ടത്തലേൻ്റെ പടമുള്ള ലോക്കറ്റ്, അത് കൊണ്ടുപോയിട്ടുള്ള ഇഷ്യൂസ്, പിന്നെ ഗേറ്റ് തുറക്കുമ്പം കേൾക്കുന്ന സൗണ്ടുകൾ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ്. ഇതല്ലാതെ തന്നെ ഞങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് തനിയാണ് ഉറങ്ങുന്നത്. പുള്ളിക്കാരന് സാധാരണ ഗതിയിൽ അങ്ങനെ പേടിയുള്ള ആളൊന്നുമല്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 11 മണിയൊക്കെ ആകുന്ന ടൈമിലാണ് കേട്ടോ. 11-11:30 ആയി കാണും. അപ്പം പുള്ളിക്കാരന് അങ്ങനെ ഏത് പാതിരാത്രിക്കും ഒരു പേടിയില്ലാതെ വണ്ടി ഓടിച്ച് വരുന്നൊരു മനുഷ്യനെ. പുള്ളിക്ക് അങ്ങനെ പേടിയില്ല ഒരു പ്രേതങ്ങളെ പിശാചുക്കളെ ഒന്നും. എത്ര പേടിപ്പിച്ചാലും പുള്ളി പേടിക്കില്ല. ആ ടൈമിൽ പുള്ളി കോളേജിലൊക്കെ പഠിപ്പിച്ചിട്ട് ഒരുപാട് ക്ഷീണിച്ച് വന്ന് കിടക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഇങ്ങനെ പതുക്കെ ചിലപ്പോൾ ഫുഡ് കഴിക്കാതെ അങ്ങ് ഉറങ്ങിപ്പോവും. പക്ഷേ ആ സമയങ്ങളിൽ ചിലപ്പോൾ കറണ്ടൊക്കെ പോകും. അപ്പം പുള്ളി ഒരു പ്രാവശ്യം ഇങ്ങനെ കിടന്നുറങ്ങിയ ടൈമിൽ ആരോ കരയുന്ന പോലൊരു സൗണ്ട് പുള്ളിക്ക് ഫീൽ ചെയ്തു. അത് എവിടുന്നാന്ന് അറിയത്തില്ല. ഭയങ്കര ഒരു തേങ്ങലടിച്ച് കരയുന്ന പോലെ പുള്ളിക്ക് ഫീൽ ചെയ്തു. അത് പല മുറികളിലും കയറി നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി നേരെ തട്ടിൻപുറത്ത് അവിടെ എവിടെയോ ആണെന്ന്. അപ്പോൾ പുള്ളി അവിടേക്ക് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾ കരയുന്ന സൗണ്ട് കേട്ടിട്ടുണ്ട്, ചിരിക്കുന്ന സൗണ്ട് കേട്ടിട്ടുണ്ട്, മർമർ ഇങ്ങനെ ഇപ്പം വ്യക്തികൾ തമ്മിലിങ്ങനെ മർമർ ചെയ്തില്ല, അത് കേട്ടിട്ടുണ്ട്. പല രാത്രികളിലും പുള്ളി ഇത് കേട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ ശരിക്കും പേടിയില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ചെറിയ പേടിയൊക്കെ തോന്നിയെന്നൊക്കെ പറഞ്ഞു. എന്നാലും പിന്നീട് അതുമായിട്ട് അങ്ങ് സിങ്കായി പുള്ളി അത് അഡ്ജസ്റ്റ് ചെയ്തു. അവരവരുടെ വഴിക്ക് വിട്ടു. പുള്ളി അവിടെ കിടന്ന് ഉറങ്ങി. നമ്മൾ അവരുടെ വഴിക്ക് പോവാതെ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുവാണെങ്കിൽ അവർ നമ്മളെയും ബുദ്ധിമുട്ടിക്കത്തില്ല. അതൊരു റിയാലിറ്റി ആട്ടോ. പിന്നെ അവരെ പിടിച്ചു കെട്ടാനും അവരുടെ സമാധാനം നഷ്ടപ്പെടുത്താനും ഒക്കെ ചെല്ലുമ്പോഴത്തേക്കാണ് അവർക്ക് ദേഷ്യം വരുന്നത്. ഇപ്പം എത്രയോ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് തലമുറകൾ കഴിഞ്ഞൊരു തറവാട്ട് വീട്ടിൽ എത്ര നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടാകാം. അതുപോലെ അവരുടെയൊക്കെ അന്ന് ആ കാലങ്ങൾക്ക് മുമ്പ് അവർ സംസാരിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോഴും ആ വീട്ടിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കും. അതൊരു പരമാർത്ഥമാണ് കേട്ടോ. പൂട്ടിക്കിടക്കുന്ന വീട്ടിൽ ചിലപ്പോൾ ഒരാൾ താമസിക്കാൻ വരുന്നത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും. അവരുടെ സൗകര്യ വികാരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത്. എന്നാലും രാത്രി കാലങ്ങളിൽ മാത്രമേ അവരിങ്ങനെയൊക്കെ കാണിക്കാറുള്ളായിരുന്നു. ആദ്യമൊക്കെ എൻ്റെ ഹസ്ബൻഡിന് ചെറിയ ഒരു സംശയം മാത്രമായിരുന്നു തോന്നിയിരുന്നത്. പിന്നെ അതൊരു സത്യമാണെന്ന് മനസ്സിലാക്കി. രാത്രിയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരച്ചിൽ കേൾക്കാറുണ്ടെന്ന് പറയാറുണ്ട്. കരച്ചിൽ ഇങ്ങനെ തേങ്ങി കരയത്തില്ല, ഇങ്ങനെ അങ്ങനത്തെ കരച്ചിലുകൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് പൊട്ടിച്ചിരികൾ, കുഞ്ഞുങ്ങൾ ഓടുന്ന സൗണ്ട്, കൊലുസിൻ്റെ സൗണ്ട്, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ പുള്ളിക്ക് കേൾക്കാം. പക്ഷേ ആന എന്താണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി നമുക്കത് പിന്നൊന്നും മിണ്ടത്തില്ല. ആദ്യം വിചാരിച്ച് വല്ല മരപ്പെട്ടിയോ അങ്ങനെ വല്ല സംഭവം, മരപ്പെട്ടിക്ക് അറിയാൻ പോകും, മരപ്പെട്ടിക്ക് ചിരിക്കാൻ അറിയാമോ, മരപ്പെട്ടി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ കരയുമോ. പിന്നെ 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 ഇതിൽ വേറൊരു സത്യം കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയല്ല എൻ്റെ ഹസ്ബൻഡ്. അതുകൊണ്ട് ഇങ്ങനത്തെ തോട്ട്സ് ഉള്ളിൽ വെച്ചുകൊണ്ട് കിടന്നിട്ട് തോന്നുന്നതാണെന്ന് വിചാരിക്കരുത്. അല്ലാതെ തന്നെ ശരിക്കും കേട്ട തന്നെയായിരുന്നു. അപ്പോൾ പലപ്പോഴും ഇത് വീട്ടിൽ വരുമ്പോൾ എന്നോട് ഇങ്ങനെ പറയും, ഞാനിങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഭയങ്കര കരച്ചിൽ കേട്ടു. അപ്പോൾ ഇതെന്താണ് അവിടെ സംഭവിക്കുന്നത്? അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ, അവിടെ ജീവിച്ചിരുന്ന പല ആൾക്കാരും ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവർ ആ വീട് വിട്ട് പോയി കാണത്തില്ല. അവരവരുടെ വീട്, നമ്മൾക്കൊക്കെ നമ്മുടെ വീട് വിട്ട് പോകാൻ ഭയങ്കര വിഷമമല്ലേ. നമ്മുടെ ശരീരം പോയാലും മനസ്സവിടെ കാണും. അത് അവർ രാത്രി കാലങ്ങളിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡ് ബോധം കെട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ട്. പുള്ളിക്കാരൻ നിയമസമായിട്ട് അങ്ങ് യോജിച്ചു. വേറെ വഴിയില്ലായിരുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഈ കഥകളെല്ലാം എന്നോട് പറയുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ കഥകൾ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ആകെ ഭയങ്കര ഒരു മിസ്റ്ററി ആയിരുന്നു ആ വീടെന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോഴും ആ വീട് അവിടെ നിൽപ്പുണ്ട്. ആർക്ക് താമസിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളെ അവർ ഉപദ്രവിക്കത്തില്ല, അവർ നമ്മളൊന്നും ചെയ്യത്തില്ല. അവർക്ക് നമ്മളായിട്ട് ദ്രോഹമൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മളവിടെ ചെല്ലുമ്പോൾ അവർക്ക് കുറച്ച് സന്തോഷമൊക്കെ ആകും. കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു അനക്കവും ബഹളമൊക്കെ ആകുമ്പോൾ നമ്മുടെ പ്രവൃത്തികളൊക്കെ കണ്ട് എൻജോയ് ചെയ്തവർക്ക് ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കാം. നമ്മളിങ്ങനെ വാടക വീടുകൾ തോടും ഇങ്ങനെ പല എടുത്ത് മാറി താമസിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. ഇത് പരമമായ ഒരു സത്യമാണ്. എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന വീടുകൾ, അതായത് പുതിയതായിട്ട് വെച്ച് വാങ്ങിക്കുന്ന വീടുകളല്ല, താമസിച്ച് പഴകി കടം കയറി വിൽക്കുന്ന വീടുകളൊക്കെ ഇല്ലേ, അത്തരം വീടുകളൊന്നും ദേവി ഇത് പോയി വാങ്ങിക്കല്ലേ. കാരണം അവരൊരിക്കലും നമുക്ക് ആ വീട് സന്തോഷത്തോടു കൂടിയല്ല തരുന്നത്. അത് അവരുടെ സങ്കടത്തോടു കൂടിയും അവരുടെ എല്ലാവിധ ഫ്രസ്ട്രേഷനും സങ്കടവും വല്ലാത്തൊരവസ്ഥയിലായിരിക്കും അവർ ആ വീട് വെക്കുന്നത്. അപ്പോൾ ആ നെഗറ്റീവ്സ് എല്ലാം ആ വീട്ടിൽ എനർജി ആയിട്ട് ഇങ്ങനെ നിൽക്കും. അവർക്ക് നഷ്ടബോധം, കിടപ്പാടയില്ലായ്മ, ഇതെല്ലാം കൂടെ പൈസ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് വീട് വെക്കുന്നതല്ലേ ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടാകാം. അപ്പോൾ ഞാൻ ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ ഞാനൊരു അഡാറായിട്ടായിട്ട് വരാം കേട്ടോ. ഞെട്ടിപ്പോരുത്. കാരണം അടിപൊളി ഒരു സംഭവമാണ്. നമുക്ക് പ്രേതങ്ങൾക്കും പിശാചുക്കൾക്കും അതുപോലെ തന്നെ ഡ്രീംസിനും ഒക്കെ ഗോസ്റ്റിനൊക്കെ ഇടയിൽ കൂടി ആരും അറിയാതെ സഞ്ചരിച്ചു പോകുന്ന മറ്റൊരു കാര്യമാണത്. അത് കഥയിൽ കൂടി ഞാൻ പറയാം. അതെൻ്റെ അച്ഛനുണ്ടായ ഒരു അനുഭവം.
പഴയ ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രേതകഥകളുടെ ഒരു കൂട്ടം തന്നെ നമുക്ക് കിട്ടും. ഞാൻ ഈ ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയോടും അച്ഛനോടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അനുഭവത്തിലുള്ള കഥകളൊക്കെ എനിക്ക് പറഞ്ഞുതരാം. എൻ്റെ പപ്പയ്ക്ക് 80 വയസ്സുണ്ട്. ഈ 80 വയസ്സിനുള്ളിൽ എത്രമാത്രം പ്രേതങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അപാര എക്സ്പീരിയൻസ് കാണും. അതിൽ യാതൊരു ഇതും കാണത്തില്ല. കാരണം കഥകൾ ഒരുപാട് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ എൻ്റെ അപ്പനും കൂടി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളി, നമ്മളെ കണ്ണുകൾ പോലും ചിമ്മാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര ഭയാനകമായ ഭീകരത തോന്നുന്ന കഥ പറയും. കാരണം പുള്ളി മിലിറ്ററിയിലായിരുന്നു. ശവങ്ങളുടെ നടുക്ക് കിടന്നുറങ്ങിയിട്ടുണ്ടെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പ്രേതമായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ അറിവിൽ എവിടെയെങ്കിലും ഒരു പ്രേതം വന്നിട്ടുണ്ടെങ്കിൽ ആ കഥ ഞാൻ നിങ്ങളിൽ എത്തിക്കും. അതുറപ്പാണ്. അത് ഇഷ പറയുന്ന വാക്കാണ്. അപ്പം ടെയിൽസ് ഓഫ് ഇഷ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറയുന്നു, നിങ്ങൾക്കിത് കേട്ടിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരു തമാശയായിട്ട് തോന്നുന്നൊക്കെ അങ്ങനെയൊക്കെ സ്വാഭാവികം. അതിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വസിച്ചില്ലെങ്കിൽ നല്ലൊരു കഥ കേട്ട മാനസികാവസ്ഥയിൽ നിങ്ങൾ പോവുക. അപ്പോൾ ഏകദേശം ഇപ്പോൾ 12 മണിയോളം ആകാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ 12 മണി എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി പ്രധാനപ്പെട്ട ടൈം തന്നെയാണ്. 12 അടിക്കുമ്പം കറണ്ട് അങ്ങ് പോകണം. നല്ല ബെസ്റ്റ് ടൈമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇച്ചിരി പേടിയോടൊക്കെ ഇരുന്നു കേട്ടോ. പ്രേതങ്ങളും പിശാചുക്കളും ആത്മാക്കളും ഒക്കെ ഇറങ്ങി നടക്കുക. കാരണം ഇവർക്ക് ഇരിക്കാനൊന്നും ഇപ്പോൾ സ്ഥലമില്ല. എല്ലാവരെയും ഹോമം നടത്തി അവിടെ ഇവിടെയൊക്കെ വെച്ചേക്കുക. പക്ഷേ ഈ മന്ത്രച്ചിരടുകളൊക്കെ പൊട്ടുന്നൊരു സമയം വരും. അപ്പോൾ ഇവർ പുറത്തിറങ്ങും, തേടി വരും ഓരോരുത്തരെയായിട്ട്. അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണണ്ടേ, അവരുടെ കഥകളൊക്കെ ഒന്ന് കേൾക്കണ്ടേ. അപ്പോൾ ഓക്കെ, ബൈ. പുതിയൊരു വീഡിയോ കാണാം.